ഹായ് ഓൾ, ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ, ഒരു ക്വിക്ക് വീഡിയോ. ഞാനിന്ന് നമ്മുടെ ആലപ്പുഴ വഴി വന്നപ്പോഴേ ഊണ് കഴിക്കാൻ വേണ്ടി ഒന്ന് സ്ഥലം നോക്കി വന്നപ്പോഴത്തേക്ക് റോഡ് സൈഡിലെ ഈ ജനകീയ ഭക്ഷണശാലയുടെ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ അതിൽ ഈ സ്പെഷ്യൽ ഉൾപ്പെടെ ഊണിന് 50 രൂപയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ സാധാ ഊണിനാണ് 30 രൂപ. ഇതാദ്യമായിട്ടല്ല, നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. ഇതൊരു സർക്കാരിൻ്റെ പദ്ധതിയാണ്, കുടുംബശ്രീ വഴി ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ലേ. ഞാൻ എന്നാലും ഇന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ 50 രൂപയുടെ സ്പെഷ്യൽ കൂട്ടി വരുന്ന ഊണാണേ. അതിനകത്ത് വരുന്നത് കേട്ടോ, ഇതാണ് ഊണ് വരുന്നത്. ഞാൻ സാധാരണ മേടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷമേ വീഡിയോ ചെയ്യാറുള്ളൂ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് കറികൾ വരുന്നത്. ഈ ഒരു കക്ക ഇറച്ചി വരുന്നുണ്ട്, കക്ക ഫ്രൈ, പിന്നെ ഈ കായയുടെ ഒരു തോരൻ, അച്ചാർ, പിന്നെ സാമ്പാർ, മീൻചാറ് വരുന്നുണ്ട്, ചെറിയൊരു മുളക് കൊണ്ടാട്ടവും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും 50 രൂപയ്ക്ക് നഷ്ടമല്ല കേട്ടോ. കാരണം കൊടുക്കുന്ന കാശിനുള്ള മുതലുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവമൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്ന കാശിനുള്ള മുതലുണ്ട്. കറികളൊക്കെയാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കക്ക ഫ്രൈ വേണ്ടാത്തവർക്ക് മീൻ ഫ്രൈയോ അല്ലെങ്കിൽ മീൻ പീരയോ ഉണ്ട്. അതാണ് അതിനകത്ത് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ കറിയോ ചോറൊക്കെ ആണെന്ന് പറഞ്ഞാലും വീണ്ടും വേണമെങ്കിൽ വീണ്ടും കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ ചോറിനും കറിക്കുമൊക്കെ വീണ്ടും എക്സ്ട്രാ കാശ് കൊടുക്കുന്ന, അല്ലെങ്കിൽ കറികൾക്ക് കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങാൻ ആൾക്കാരുള്ള നാട്ടിലാണ് ഇതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പം ഇനിയിപ്പോൾ ജനകീയ ഹോട്ടൽ എന്ന ബോർഡ് കണ്ടു കഴിഞ്ഞ് നിങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കഴിക്കാൻ നേരം ട്രൈ ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. പിന്നെ ആകെ ചിലർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഈ ഒരു ഷോപ്പിൽ നമ്മൾ പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതൊരു ഊണൊക്കെ കഴിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനകീയ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളവർ ആ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയിലൊന്ന് പറയണം കേട്ടോ.